സംഭവമാണ്. അതിനാവശ്യമായ അരിപ്പൊടി എടുത്ത് കുറച്ച് അരിപ്പൊടിയും അല്പം ഗോതമ്പ് പൊടി ഇട്ട്, നേരത്തെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള, പക്ഷെ അതിൽ ഗോതമ്പ് പൊടിയല്ല ചേർത്ത് റവയായിരുന്നു. ഇൻഗ്രീഡിയൻസ്: അല്പം ജീരകപ്പൊടി, 2 ഏലക്ക ചതച്ചത്, ഉപ്പ്, അല്പം തേങ്ങ തിരുമ്മി. നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക തേങ്ങ. പിന്നെ നമ്മുടെ ചക്ക വരട്ടിയെടുത്തതാണിത്. ഇത് നമുക്ക് ഈ പൊടിയുടെ കൂടെ മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് അല്പം ശർക്കരയാണ്. മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ഇടണ്ട. ഇതിന് ഞാൻ കുറച്ച് ശർക്കര ഇതിലൂടെ മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴയ്ക്കാവേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ കുമ്പിളപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. വഷ്ണയില ഇതിപ്പോൾ ഉണങ്ങിപ്പോയി, ഇച്ചിരി വാടിയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് ഇതിലേക്ക് മാവ് നമുക്ക് നിറച്ച് കൊടുക്കാം. ഇങ്ങനെ കുമ്പിൾ കുത്തണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുഴച്ച് വെച്ചേക്കുന്ന മാവ് ഇട്ട് കൊടുക്കുക. മാവ് നിറച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. ഇതേ ഇടിയപ്പ പാത്രത്തിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഭക്ഷണ ഇലയിൽ മാവ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ആവി കയറ്റി എടുക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാവും. ഇനി അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ കുമ്പളയപ്പം എല്ലാം വെന്ത് റെഡിയായിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയേ, നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു ഫുഡാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്നതല്ലേ, എല്ലാവർക്കും കഴിക്കാം. ഷുഗറുകാർക്ക് മാത്രം അത് ഇപ്പം മധുരം ചേർക്കേണ്ടെന്നുള്ളൂ. ചക്കയല്ലേ, മാവിൽ കുഴയ്ക്കുമ്പോഴത്തേനും ആ മധുരം ഇച്ചിരി കുറഞ്ഞ് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ഫുഡാണ്. ആ ഭക്ഷണ ഇലയുടെയും ചക്കയുടെയും എല്ലാം കൂടെ ആ സ്മെല്ല് നല്ല കഴിക്കാനങ്ങ് കൊതി വരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.